കാസിമിൻ്റെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞ മറ്റേ ആധുനിക മനുഷ്യൻ്റെ പിതാവ് ആദമും ബാക്കിയുള്ളവർ ആദമിൻ്റെ അല്ലാത്ത മനുഷ്യന്മാരും സന്തതിയിൽപ്പെട്ട അല്ലാത്ത മനുഷ്യന്മാരും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാവാം എന്നുള്ള ഒരു കാസിമിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫൈൻഡിങ്സ് ഉണ്ടല്ലോ. എനിക്കത് മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇതായിരുന്നു. ആദം നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് അൽ ഇൻസാൻ പെട്ടതല്ല. ഈ ഇൻസാൻ വേറെയും അൽ ഇൻസാൻ വേറെയായിട്ട് തന്നെ ഇല്ല എന്നുള്ളത് അതിന് എതിരാകുന്ന തെളിവുകളൊന്നും ഖുർആനിലില്ലാത്തൊരു പശ്ചാത്തലത്തിൽ അതിൻ്റെ സാധ്യതകളെ കുറിച്ചുള്ള ഒരു നരവംശാസ്ത്രത്തിൽ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കുന്നുണ്ട്. മൂപ്പരുടെ ഇതെങ്ങനെയാണെന്ന് അറിയാലോ. ഓക്കെ, അതായത് ബിഗ് ബാങ് തിയറിയൊക്കെ സത്യം തന്നെയാണെന്ന് ഖുർആനും തെളിയിച്ചതാണല്ലോ. പിന്നീട് ഈ ബിഗ് ബാങ് തിയറിക്ക് ശേഷം ഇവിടെ ഭൂമിയിൽ ജീവൻ്റെ തുടിപ്പുകൾ രൂപപ്പെട്ട ഡാർവിൻ്റെ തിയറി ഉണ്ടല്ലോ, ഈ പരിണാമത്തിൻ്റെ ശരിക്കും ജീവികൾ പരിണാമത്തിന് ചിലപ്പോൾ ഒരു സാധ്യത ഇല്ലേ, അത് ഏത് ജീവിയാണെങ്കിലും പരിണാമശാസ്ത്രം അടച്ചാക്ഷേപിക്കുന്നതിന് പകരം അതിൽ ചില വസ്തുതകളുണ്ടോ എന്നുള്ളതും, എന്നാൽ അൽ ഇൻസാൻ എന്ന് പറയുന്ന മനുഷ്യൻ ആദമിൽ നിന്ന് മാത്രം ഉണ്ടായതാണ് എന്നുള്ളതിന് നമ്മൾ ആ നിലയ്ക്ക് തന്നെ വിശ്വസിക്കുകയും, പക്ഷെ അതല്ലാത്ത രൂപത്തിൽ ഒരു മനുഷ്യ സൃഷ്ടിപ്പ് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപക്ഷെ അവരുടെ പരമ്പര പിന്നീട് ഇവർ തന്നെ തുടരാനും സാധ്യതയില്ലേ എന്നുള്ളത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ പൂർവികർ അത് ശരിക്കും ആദമിൻ്റെ സന്താന പരമ്പര അല്ല എന്നുള്ളതാണല്ലോ കാസിം പറയുന്നത്. അത് അങ്ങനെ അല്ലെങ്കിലും ആണെങ്കിലും അങ്ങനെ ഒരു സാധ്യതകളും ഇല്ല എന്നുള്ളതും കൂടി ഒന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ സുഹൃത്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അതിൽ പല ഉപചോദ്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ ആദം നബി അലൈഹി ഇസ്ലാമക്ക് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് മോഡേൺ സയൻസ് പ്രകാരം ഹോമോസേപ്പിയൻസിൻ്റെ കാലഘട്ടം നിർണ്ണയിക്കപ്പെടുന്നത് 3 ലക്ഷം വർഷമായിട്ടാണ്. എന്നുവെച്ചാൽ ഫോസിൽ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ലക്ഷം വർഷം മുമ്പ് തന്നെ ആധുനിക മനുഷ്യൻ അഥവാ ഹോമോസേപ്പിയൻസ് ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിഷയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആദം നബി അലൈഹി ഇസ്ലാം 6000 കൊല്ലം മുമ്പ് വന്നവരാണോ എന്നുള്ളൊരു സംശയം ഇവിടെ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ബൈബിൾ കലണ്ടർ പ്രകാരം, ജൂയിഷ് കലണ്ടർ പ്രകാരം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം അവർ പറയുന്നത് 6000 വർഷത്തിൻ്റെ അടുത്തായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദം നബിൻ്റെ കാലഘട്ടം പിന്നെ എപ്പോഴാണ് വരുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആദം നബി അലൈഹി ഇസ്ലാം 6000 കൊല്ലം മുമ്പാണ് വന്നത് എന്ന് വിശ്വസിക്കാനുള്ള യാതൊരുവിധ ബാധ്യതയും മുസ്ലിമീങ്ങൾക്കില്ല. ഇത് 6000 വർഷത്തിൻ്റെ അടുത്തായിക്കണ എന്നുള്ള ഈ കോൺസെപ്റ്റ് തന്നെ മറ്റു മതത്തിലുള്ള അവരുടെ ബിബ്ലിക്കൽ കലണ്ടർ പ്രകാരം അവർ പറയുന്ന ഒരു കോൺസെപ്റ്റാണിത്. ഇത് നമ്മുടെ മതത്തിൽ, ഇസ്ലാം മതത്തിൽ അങ്ങനെ സംഭവമില്ല. പിന്നെ ഇസ്ലാമിൽ നമ്മൾ നോക്കേണ്ട ഹദീസുകളുടെ സൂചനകളൊക്കെ വെച്ച് നോക്കുമ്പം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മുമ്പാണ് എന്നുള്ളത് തന്നെ സൂചനകൾ കിട്ടണ പല തെളിവുകളും ഉണ്ട്. അപ്പോൾ ദീർഘമായി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഇപ്പം ചർച്ച കൊണ്ടുപോകുന്നില്ല. എന്തായാലും ഞാനിവിടെ ഈ വിഷയത്തിൽ 2 പണ്ഡിതന്മാരെ ഉദ്ധരിക്കാം. ഈ 2 പണ്ഡിതന്മാരും പറയണത് എന്താ വെച്ചാൽ ആദം നബി അലൈഹി സ്വലാമക്ക് മുമ്പും ഇവിടെ ആദമുമാരുണ്ടായിരുന്നു എന്ന് പറയുന്ന 2 പണ്ഡിതന്മാരുണ്ട്. ഒന്ന് മഹാനരായ മുഹ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഫുതുഹാത്തുൽ മക്കിയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഒരു ദൈവബന്ദി പണ്ഡിതനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ 2 പണ്ഡിതന്മാരും പറഞ്ഞതിനെ ഉദ്ധരിക്കുക എന്നുള്ള പണി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായമല്ല, പ്രത്യേകം മനസ്സിലാക്കണം. എൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാടെന്ന് വെച്ചാൽ ആദം നബി അലൈഹി സ്വലാമുക്ക് മുമ്പ് ഇവിടെ ആദമുമാരുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് ഞാൻ ഒന്നും പറയണില്ല എന്നുള്ളതാണ്. നമ്മളതിനെക്കുറിച്ച് മൗനാണ്. എൻ്റെ ഭാഗത്തുനിന്ന് എനിക്കിതിൽ പ്രത്യേകിച്ച് അഭിപ്രായമില്ല. എൻ്റെ നിലപാട് വെച്ചാൽ അള്ളാഹു ആലം എന്നുള്ളതാണ്. പക്ഷേ രണ്ട് പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് ചോദ്യം ചോദിച്ചത് കൊണ്ട് ആ രണ്ട് പണ്ഡിതന്മാരെ വിഷയങ്ങൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, നക്കല് ചെയ്യാണ്, ഉദ്ധരിക്കുക എന്നുള്ള പണി മാത്രമാണ് നമ്മൾ ചെയ്യണത്. മനസ്സിലാക്കുക. ഒന്ന്, ആദം നബി അലൈഹി സ്വലാമക്ക് മുമ്പ് ഇവിടെ വേറെയും ആദമുമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു മഹാനരായ മുഹ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഉദ്ധരണി ഞാനിവിടെ കൊണ്ടുവരാം. ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഫുതുഹാത്തുൽ മക്കി 2 സ്ഥലത്ത് ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ആദം നബി അലൈഹി സ്വലാമക്ക് മുമ്പും ആദമുമാരുണ്ടായിരുന്നുള്ളത്. ആദ്യത്തേൽ ഇബ്നു അറബി റളിയല്ലാഹു ദർശനമാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തേൽ ഇബ്നു അറബി റളിയല്ലാഹു ഉണ്ടായിരുന്ന റൂഹാനിയായ മിഅ്റാജിലുള്ള ഒരു അനുഭവം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്ന സംഭവം ഇബ്നു അറബി റളിയല്ലാഹു ദർശനമാണ്. ആ ദർശനം എന്താണെന്ന് വെച്ചാൽ ഇബ്നു അറബി റളിയല്ലാഹു കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദർശനത്തിൽ അങ്ങനെയാണ് വെളിപ്പെടുന്നത്. അപ്പോൾ കഅബ തവാഫ് ചെയ്യുമ്പം ഒരു ജനതയോടൊപ്പമാണ് തവാഫ് ചെയ്യുന്നത്. അവരുടെ മുഖം ഇബ്നു അറബി റളിയല്ലാഹു തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇബ്നു അറബി റളിയല്ലാഹു അറിയാത്ത ആളുകളുടെ കൂടെയാണ് കഅബ തവാഫ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ജനതയിൽ നിന്നും ഒരാൾ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അറബി റളിയല്ലാഹു അറിയാത്തതായ ഒരു പേര് പറഞ്ഞുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, എന്താണ്, ഞാൻ നിങ്ങളുടെ പൂർവികരിൽപ്പെട്ടവരാണ് എന്ന് ഈ വ്യക്തി പറഞ്ഞു, ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടം ചോദിച്ചു. ഇബ്നു അറബി റളിയല്ലാഹുവിൻ്റെ പൂർവികരിൽപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ കാലഘട്ടം ചോദിച്ചു. അപ്പോൾ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40,000 വർഷം മുമ്പ് എന്നാണ് പറയണത്. 40,000 വർഷത്തിലധികം മുമ്പ്, അങ്ങനെയാണ് മനസ്സിലാക്കിയതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രയും കാലം മുമ്പ് വന്നിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഇബ്നു അറബി റളിയല്ലാഹു തിരിച്ച് ചോദിച്ചു എന്നാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം ആദം നബിക്ക് പോലും വരുന്നില്ലല്ലോ. ആദം നബി അലൈഹി സ്വലാം പോലും ഇത്രയും വർഷമൊന്നും വരുന്നത് 40,000 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ ആദം നബി പോലും ഇത്രയും കൊല്ലം ആയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വ്യക്തി പിന്നെ പറയാണ്, എന്താ പറയണത്, നിങ്ങൾ ഏത് ആദമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? നിങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആദമാണോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ? ഈ പറഞ്ഞ വ്യക്തി ഇബ്നു അറബി റളിയല്ലാഹു ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്നു അറബി റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഓർത്തുന്ന, എന്താ വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000 ആദമുമാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഇബ്നു അറബി റളിയല്ലാഹുവിൻ്റെ ഫുതുഹാത്തുൽ മക്കിയിലുള്ള ഒരു ദർശനം. ഇനി ഇതിൻ്റെ തന്നെ ബാക്കിയൊരു കണ്ടിന്യൂഷൻ ആയിക്കൊണ്ടൊരു സംഭവം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം തന്നെ വീണ്ടും ഇബ്നു അറബി റളിയല്ലാഹു ചർച്ച ചെയ്തതായിട്ട് ഫുതുഹാത്തുൽ മക്കിയിൽ മറ്റൊരു ഭാഗത്തും പറയുന്നുണ്ട്. ഇവിടെ പറയണത് എന്താ വെച്ചാൽ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന് ഒരു റൂഹാനിയായ മിഅ്റാജ് ഉണ്ടാവുകയാണ്. ആ റൂഹാനിയായ മിഅ്റാജിൽ ഇദ്രീസ് അലൈഹി സ്വലാമിനെയാണ് ദർശിക്കുന്നത്. അപ്പോൾ ഇദ്രീസ് അലൈഹി സ്വലാമിനോട് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഈ സംഭവം പറയാണ്, ഉദ്ധരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഞാൻ ഈ ഒരു തവാഫ് ചെയ്തപ്പോൾ അവിടെ ഒരാളെ കണ്ടു. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ 40,000 കൊല്ലമായി എന്നുള്ള കാലഘട്ടം ആ സംഭവമൊക്കെ പറയുകയാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഇതൊക്കെ ഇദ്രീസ് അലൈഹി സ്വലാമക്ക് ഇബ്നു അറബി വിവരിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് പറയുന്നത്. എന്നിട്ട് അത് കേട്ട് കഴിയുമ്പോൾ ഇദ്രീസ് അലൈഹി സ്വലാം ഇബ്നു അറബി പറയാണ്, എന്താ പറയണത്, ആ വ്യക്തി പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് ഇദ്രീസ് അലൈഹി സ്വലാം പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണ്, പക്ഷേ എനിക്കെന്തില്ല, ഈ ആലമിൻ്റെ ആയുസ് എത്രയാണ് എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആര് പറയാണ്, ഇദ്രീസ് അലൈഹി സ്വലാം ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എന്തുണ്ട്, ഫുതുഹാത്തുൽ മക്കിയിൽ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു ദയൂബന്ദി പണ്ഡിതൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് കൂടി ഞാനിവിടെ കോട്ട് ചെയ്യാം. एक सवाल ये तहरीर फरमाया कि अल्लाह ताला ने 1000 आदम अलैहिस्सलाम पैदा किए, तो क्या आदम से पहले भी दुनिया में इंसान थे? बड़ी लंबी बहस है भैया। ये जो है ना सीरत हलविया, उसको पढ़िए, इब्न अरबी को पढ़िए राहिमहुल्लाह। इब्न अरबी गए थे तवाफ करने हरम शरीफ में, तो वो किसी एक जगह आलिम कश्फ में उन्होंने किसी को देखा तो वो खड़े हो गए
और इब्न अरबी रहमतुल्लाह खड़े हो गए, देखने लगे, तो उससे पूछा तुम कौन हो? तो उन्होंने कहा मैं स्पेन का रहने वाला हूं, ये नाम है मेरा, आदम का बेटा। उसने कहा कौन सा आदम? तो उन्होंने कहा क्या मतलब? उनका ये जो आखिरी आदम अभी आया था उसके बेटे? उन्होंने कहा हाँ मैं उसी का बेटा हूं, लेकिन इससे पहले उसने कहा तुम्हारे आदम जैसे कई आदम दुनिया में आए, हजारों का जिक्र किया या सैकड़ों का। तो उनका कई आदम आए इस दुनिया में, हम फलां आदम की औलाद है। तो इब्न अरबी रहमतुल्लाह इसका इकरार भी किया है। और तो और यज़द थानवी नव्वरल्लाह मरकदहू के एक दोस्त ही समझ लें, मोहम्मद अनवर साहब थे, जो हाजी मोहम्मद आबिद साहब रहमतुल्लाह अलैह जिन्होंने दारुल उलूम देवबंद की बुनियाद रखी थी, उनके खलीफा थे मोहम्मद अनवर रहमतुल्लाह अलैह। वो भी हज पे गए थे, तो वापसी पे बहुत लोगों को खाना खिला, हर वक्त खाना खाना खाना। हज़रत थानवी रहमतुल्लाह अलैह फरमाते थे, मैंने उनसे पूछा कि आपको क्या आदत पड़ गई है हज से वापसी पे? कहने लगे एक नबी मुझे मिले थे वहां, उन्होंने सर से पांव तक एक मरतबा मुझे देख लिया, और उसके बाद मेरा वजीफा ही हो गया कि मैं लोगों को ദയൂബന്ദി ധാരയിലുള്ള ഇന്ന് അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് മുഫ്തി മുഹമ്മദ് സയ്യിദ് ഖാൻ എന്ന് പറയും. ഇദ്ദേഹം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയൂബന്ദിലെ ധാരയുള്ള വലിയ പണ്ഡിതനാണ്. അബുൽ ഹസൻ അലി നദ്വി സാഹിബ്, അതുപോലെ തന്നെ ഷെയ്ഖ് ഹാമിദ് മിയാൻ സാഹിബ്, അതുപോലെ ഷെയ്ഖുൽ ഹദീസ് മൗലാന മുഹമ്മദ് സക്കരിയ ഖാന്തൽവി തുടങ്ങിയ പണ്ഡിതന്മാരെ ഒക്കെ കീഴിൽ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ദയൂബന്ദി പണ്ഡിതനാണ്. മാത്രമല്ല അബുൽ ഹസൻ അലി നദ്വി സാഹിബിൽ നിന്നും ഈ വ്യക്തിക്ക് ഖിലാഫത്ത് ലഭിച്ചിട്ടുണ്ട്. ഈ മുഫ്തി മുഹമ്മദ് സയ്യിദ് ഖാൻ എന്ന് പറയുന്ന ഈ പണ്ഡിതന്. മാത്രമല്ല അദ്ദേഹം വളരെ പല മേഖലകളിൽ സേവനമനുഷ്ഠിച്ചിരിക്കുന്ന ഒരു ദയൂബന്ദി പണ്ഡിതനാണ്. 1983 കാലഘട്ടം മുതൽ തന്നെ തഫ്സീറിൻ്റെ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. 1987 കാലഘട്ടം മുതൽ ഫത്വയുടെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. 1987 കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പല മേഖലകളിൽ ഉള്ള അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് ഈ പറഞ്ഞ മുഫ്തി മുഹമ്മദ് സയ്യിദ് ഖാൻ എന്ന് പറയുന്ന പണ്ഡിതൻ. അപ്പോൾ അദ്ദേഹത്തിനോട് ഇതേ വിഷയം ചോദിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ആദം നബിക്ക് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദം നബി അലൈഹി സ്വലാമക്ക് മുമ്പ് ആദമുമാരുണ്ടായിരുന്നു എന്ന് ഇബ്നു അറബി തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് സീറത്തെ ഹൽബിയയിലുണ്ട് എന്നുള്ളത് തെളിവ് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം വിഷയത്തെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സംഗതികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചതാണ്. ഇതിൽ കൂടുതലായിട്ട് എനിക്കിതിലൊന്നും പറയാല്ലേ. എൻ്റെ നിലപാടെന്ന് വെച്ചാൽ അള്ളാഹു ആലം എന്നുള്ളതാണ്. നമ്മൾ ഈ വിഷയം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മളിതിനെ നെക്കലുകൾ കൊണ്ടുവന്നത് മാത്രം. പിന്നെ അദ്ദേഹം ചോദിക്കുന്ന വിഷയം പരിണാമത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, എവല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മൈക്രോ എവല്യൂഷനും ഉണ്ട്, മറ്റൊന്ന് മാക്രോ എവല്യൂഷനും ഉണ്ട്. മൈക്രോ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസിൻ്റെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ്. അതിനാണ് മൈക്രോ എവല്യൂഷൻ എന്ന് പറയുന്നത്. മാക്രോ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഷീസിൽ നിന്നും മറ്റു സ്പീഷീസിലേക്ക് മാറുന്ന അവസ്ഥക്കാണ് മാക്രോ എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പീഷീസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്പീഷീസ് മറ്റു സ്പീഷീസിലേക്ക് മാറാതെ ആ സ്പീഷീസായി നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ മാറ്റം വരുന്നതിന് മൈക്രോ എവല്യൂഷൻ എന്നാണ് പറയാം. ഈ മൈക്രോ എവല്യൂഷനെ ഇസ്ലാം നിഷേധിച്ചിട്ടില്ല. അത് മനുഷ്യരിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്തുണ്ടാവും, ഇസ്ലാമികമായ തെളിവുകൾ വെച്ച് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. കാരണം എന്താണ്, ആദം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്ന ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഉയരം എന്ന് പറയുന്നത് എന്താണ്, 60 ക്യൂബിറ്റ്സ് ആണ്. 60 ക്യൂബിറ്റ്സ് 30 മീറ്ററാണ് അതിൻ്റെ ഉയരം വരുന്നത്. ആദം നബി അലൈഹി സ്വലാം 30 മീറ്റർ വരുന്നുണ്ട്. എന്നാൽ ഇന്ന് കാണുന്ന മനുഷ്യന്മാർക്ക് ആ ഒരു നീളമല്ല, മനുഷ്യൻ്റെ നീളം കുറഞ്ഞു വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ മുൻകാലത്തുണ്ടായിരുന്ന മനുഷ്യർക്കൊക്കെ ഖുർആൻ്റെ തെളിവ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആയുസ് കൂടുതലാണ്. എന്നാൽ ആ രീതിയിലുള്ള ആയുസ് ഇപ്പോഴുള്ള മനുഷ്യന്മാർക്കില്ല. അപ്പോൾ എന്തുണ്ട്, മനുഷ്യരിൽ തന്നെ അവരുടെ ഉയരത്തിൻ്റെ കാര്യത്തിലായാലും ആയുസിൻ്റെ കാര്യത്തിലായൊക്കെ കാലക്രമേണ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഈ രീതിയിലുള്ള മാറ്റങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് എന്തില്ല, ഇസ്ലാം നിഷേധിച്ചിട്ടില്ല. ഇപ്പോൾ മൈക്രോ എവല്യൂഷൻ എന്തുണ്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് എന്ന് വെച്ചാൽ മാക്രോ എവല്യൂഷൻ്റെ വിഷയത്തില്ല. മാക്രോ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പീഷീസിൽ നിന്നും മറ്റൊരു സ്പീഷീസിലേക്ക് പരിണമിച്ച് മാറുന്നതിനാണ് മാക്രോ എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ വീക്ഷണം എന്താണെന്ന് വെച്ചാൽ, മറ്റ് മൃഗങ്ങളിലും മറ്റ് ജന്തുജാലങ്ങളിലും മാക്രോ എവല്യൂഷൻ സംഭവിക്കുന്നത്
സംഭവിക്കുമെന്ന് പറയുന്നത് കൊണ്ട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്ക് എതിരായിട്ടൊന്നും വരുന്നില്ല. പക്ഷെ മനുഷ്യരിൽ സംഭവിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യരിൽ ഒരിക്കലും മാക്രോ എവല്യൂഷൻ, മനുഷ്യൻ എന്തില്ല മറ്റൊരു സ്പീഷീസിൽ നിന്നും മറ്റൊരു ജീവിയിൽ നിന്നും പരിണമിച്ച് ഉണ്ടായി എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. മനുഷ്യൻ്റെ ഉത്ഭവം എന്താ വെച്ചാൽ എന്തുണ്ട്, ഖുർആൻ പഠിപ്പിച്ച രീതിയിൽ തന്നെ നമ്മൾ അതേപടി വിശ്വസിക്കുക. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു, ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്നാണ് ബനി ആദം, അതേ മനുഷ്യരുണ്ടായി തീർന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു വിശ്വാസം എങ്ങനെയാണോ ഖുർആൻ പഠിപ്പിച്ചത് അതേമാതിരി വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, മനുഷ്യൻ മറ്റൊരു ജീവിയിൽ നിന്നും പരിണമിച്ചുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. അതാണ് എവല്യൂഷനും ഇസ്ലാമും തമ്മിൽ തെറ്റിപ്പോകുന്ന വിഷയം. പക്ഷേ മനുഷ്യരല്ലാത്ത മറ്റ് ജന്തുജാലങ്ങൾ, മറ്റ് മൃഗങ്ങൾ ഒക്കെ വേറൊരു ജീവിയിൽ നിന്നും പരിണമിച്ചുണ്ടായി എന്ന് പറയുന്നത് ഇസ്ലാം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതും അത് ശാസ്ത്രീയമായിട്ട് അതിൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളതൊക്കെ വേറെ ചർച്ചയാണ്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല. പക്ഷേ ആ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്ക് എതിരായിട്ട് അവിടെ ഒന്നും വരുന്നില്ല. മനുഷ്യരല്ലാത്ത മറ്റ് ജീവികൾ മാക്രോ എവല്യൂഷൻ സംഭവിക്കാം. അത് സംഭവിച്ചെന്ന് വെച്ചിട്ട് എന്തില്ല, ഇസ്ലാമിനെതിരായിട്ട് അവിടെ ഒരു സംഗതി ഒരാൾ അങ്ങനെ ഇപ്പോൾ മാക്രോ എവല്യൂഷൻ സംഭവിക്കുമെന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിനെതിരായിട്ട് അവിടെ ഒന്നും വരുന്നില്ല. മറ്റ് ജന്തുജാലങ്ങളിലും മൃഗങ്ങളിലൊക്കെ മനുഷ്യരിൽ വരുമെന്നും പറയാൻ മാത്രമാണ് പാടില്ലാത്തത്. അപ്പോൾ എവല്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ള മതക്കാർ എവല്യൂഷനെ നിഷേധിക്കുന്നതും നമ്മൾ എവല്യൂഷനെ നിഷേധിക്കുന്നതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതെപ്പോഴും നമ്മൾ തിരിച്ചറിയണം. മറ്റുള്ള പല മതത്തിലുള്ളവരും എവല്യൂഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മുമ്പ് ഡൈനോസറുകൾ പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് തന്നെ 6000 കൊല്ലം ആയിട്ടുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അതേപടി വിശ്വസിക്കുന്ന രീതിയാണ് മറ്റു പല മതങ്ങളിലുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വിശ്വാസം എന്തില്ല നമ്മൾ മുസ്ലിമീങ്ങൾക്കില്ല. നമ്മളെ സംബന്ധിച്ചോളം പരിണാമത്തിന് നമ്മൾ എതിരാന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മനുഷ്യൻ മറ്റൊരു സ്പീഷീസിൽ നിന്നും പരിണമിച്ചുണ്ടായി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നില്ല. അത് പരിശുദ്ധ ഖുർആനിൽ ആദം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി വിശ്വസിക്കുന്നു. എന്നാൽ മറ്റ് ജന്തുജാലങ്ങളിലും മറ്റ് ജീവികളിലൊക്കെ മാക്രോ എവല്യൂഷൻ സംഭവിക്കുന്നതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. ഇതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതായ കാര്യം. അങ്ങനെ അതങ്ങനെ സംഭവിക്കുമെന്നൊരാൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ മറ്റ് ജന്തുജാലങ്ങളിലോ മൃഗങ്ങളിലോ ഒക്കെ മാക്രോ എവല്യൂഷൻ സംഭവിക്കാമെന്നോ അല്ലെങ്കിൽ സംഭവിക്കുമെന്നോ ഒരാൾ വിശ്വസിച്ചു എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്ക് എതിരായിട്ട് അവിടെ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് നമ്മളെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി ഖാസിം ഉസ്താദ് പറഞ്ഞൊരു വിഷയത്തിനെ കുറിച്ചാണ്. അതായത് യൂറോപ്യൻസ് എന്ന് പറയുന്നത് അവർ അതായത് ഖാസിം ഉസ്താദിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായത് യൂറോപ്യൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്പീഷീസാണ് അല്ലെങ്കിൽ മറ്റൊരു സബ് സ്പീഷീസാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ആനിമൽ കണ്ടൻറ്റ് കൂടുതലാണ്, അതുകൊണ്ട് നമ്മളിൽ നിന്ന് അവർക്ക് വ്യത്യാസമുണ്ട് എന്നുള്ള രീതിയിൽ ഖാസിം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇതാണ് അദ്ദേഹം എന്ന് ഖാസിം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലായിടത്തോളം. അപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതിന് നമ്മൾ ആദ്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് ഖാസിം ഉസ്താദ് തന്നെ പറഞ്ഞത് അദ്ദേഹം ഈ വിഷയത്തെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പഠിച്ചിട്ട് അതിൻ്റെ വിഷയങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരട്ടെ, എന്നിട്ടല്ലേ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇത് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ പഠനങ്ങളും തെളിവുകളും നമ്മളെ കയ്യിൽ കിട്ടണം. ഒന്ന് ഇതിൻ്റെ അവരുടെ DNA നമ്മുടെ DNA തമ്മിൽ എന്താണ് മാറ്റങ്ങൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ അറിയണം. മറ്റൊന്ന് അവരുടെ ആന്ത്രോപോളജിക്കലായിട്ട് ഉള്ള വല്ല റിസർച്ചും ഈ മേഖലയിൽ നടന്നിട്ടുണ്ടോ, എന്താണ് അതിൻ്റെ തെളിവുകൾ എന്നുള്ളത് നമുക്ക് അറിയണം. അങ്ങനെയൊക്കെ ഉള്ള പഠനങ്ങളും മറ്റൊക്കെ നമുക്ക് കൊണ്ടുവന്നാലേ ഈ വിഷയത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും ചർച്ച ചെയ്യാൻ നിവൃത്തിയില്ല.